Turn on the light. Okay, turning on the bedroom lamp. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ബോക്സാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയുടെ ഇൻട്രോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സ്മാർട്ട് ബൾബാണിത്. എന്തായാലും നമുക്കിത് മുഴുവനും പൊട്ടിച്ചിട്ട് നോക്കാം. എന്ത് കരുതലാണ് ഈ ഫ്ലിപ്കാർട്ടിന് ഇത്ര വലിയ ബോക്സിൽ നമ്മുടെ ചെറിയൊരു ബൾബ് ഇട്ട് തന്നേക്കുന്നത്. എന്തായാലും നമുക്കിത് മുഴുവനായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ എഴുതിയേക്കുന്നതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. കണ്ട ഗായ്സ്, ഇതിലെ മറപ്പിട്ടിരിക്കുന്നത് 1199 രൂപയാണ്. നമുക്കപ്പോൾ ഇത് വെറും 299 രൂപക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കണ്ടോ, വൈഫൈ RGB സ്മാർട്ട് ബൾബ് 10 വാട്ടാണിത്. അതുപോലെ തന്നെ ഇവിടെ ഒരു QR കോഡും അതിൻ്റെ ആപ്പിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൽ 16 മില്യൺ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് മ്യൂസിക് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു യൂസർ മാനുവലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിത് മാറ്റി വെക്കുന്നു. അപ്പോൾ ഇതിരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ലൈറ്റ്. ഈ ഒരു ബോക്സിൽ ഈ യൂസർ മാനുവലും ഈ ഒരു ലൈറ്റും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇതിന് നമ്മുടെ സാധാരണ LED ലൈറ്റിൻ്റെ അത്ര വെയിറ്റേ ഉള്ളൂ. കാണാനും അതുപോലെ തന്നെ ഇതൊരു സ്മാർട്ട് ലൈറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല, അത്രേ ഉള്ളൂ വെയിറ്റ്. പിന്നെ സാധാരണ ലൈറ്റ് പോലെ കമ്പനീൻ്റെ പേരും പിന്നെ ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ അതൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊരു ബൾബ് ഹോൾഡറിൽ ഇട്ട് നോക്കാം. ഇപ്പം ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ ലൈറ്റ് കത്തുന്ന പോലെ വൈറ്റ് കളർ കത്തിയിട്ട് ഇപ്പോൾ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ കളറും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ റാൻഡം കളർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പം നമുക്കിതൊന്ന് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് സ്മിച്ചിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൽ ഈ സെറ്റപ്പൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ സ്മാർട്ട് ലൈറ്റിൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കണ്ടോ, സ്മിച്ച് എന്നുള്ള വൈഫൈ ഇതിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ലൈറ്റ് ഇതിൽ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് സെറ്റപ്പ് ചെയ്യാം എന്തായാലും. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ റൂട്ടർ ഇല്ലെന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. കണക്ട് ഡയറക്ട്ലി വിത്ത് മൈ ഫോൺ എന്നുള്ള ഓപ്ഷൻ. ഇപ്പോൾ റൂട്ടർ ഇല്ലാത്തവർക്കും ഇത് വർക്ക് ചെയ്യിപ്പിക്കാം, എങ്ങനെ ചെയ്യാമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. കണ്ടിപ്പോൾ നമ്മളിതിൽ സെലക്ട് ചെയ്യുന്ന കളർ അതിനനുസരിച്ച് ലൈറ്റിൻ്റെ കളർ മാറുന്നുണ്ട്. കറക്റ്റായിട്ട് ആ കളറിലോട്ട് തന്നെ പോകുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടു, ഗ്രീൻ നിൽക്കുമ്പോൾ ഗ്രീൻ കളർ ആവുന്നുണ്ട്. നല്ല സ്പീഡിൽ തന്നെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് തന്നെ പെട്ടെന്ന് ആവുന്നുണ്ട്. നമുക്കിനി ഒരു ബ്രൈറ്റ്നെസ് ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ബ്രൈറ്റ്നെസ്സും കുറയുന്നുണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച്. നിങ്ങൾക്കിതിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇനി ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 3 എഫക്റ്റാണ് കാണിക്കുന്നത്. സ്ട്രോബ് കൊടുത്തു നോക്കാം. ഇതാണ് ഇതിൻ്റെ സ്ട്രോബ് എഫക്റ്റ്. നമുക്ക് അടുത്തത് ക്യാൻഡിൽ എഫക്റ്റ് കൊടുത്തു നോക്കാം. ക്യാൻഡിൽ എഫക്റ്റ് ഒരു മെഴുകുതിരി കത്തുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെയുള്ളത് റാൻഡം, എല്ലാ കളറും മാറി മാറി കത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം നോക്കിയത് വീട്ടിൽ റൂട്ടർ ഇല്ലെങ്കിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ റൂട്ടർ ഉണ്ടെങ്കിൽ എന്ത് ഓപ്ഷൻ കൂടുതൽ കിട്ടുക എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാനിപ്പോൾ റൂട്ടർ ഉണ്ടെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഐ ഹാവ് എ റൂട്ടർ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്മിച്ച് വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് ബാക്കി സെറ്റപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതുപോലെ തന്നെ ചെയ്യാം. എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ്റൂം ലാമ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ അത്ര ഓപ്ഷൻസ്, ഈ കളർ, ടെമ്പറേച്ചർ, എഫക്റ്റ്, അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. എക്സ്ട്രാ അഡീഷണൽ വന്നത് മ്യൂസിക്കാണ്. ഒരു വൈഫൈ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ഈ സ്പീക്കറിലൊരു പാട്ട് വെച്ചിട്ട് ലൈറ്റിൽ കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് സാധാരണ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. Welcome to Laguna Music World. Bluetooth mode. Connected. നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മ്യൂസിക് ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ മോഡിപ്പോൾ എന്തായാലും ഇതിൽ ഓൺ ആയിട്ടിരിക്കുവാണ്. ഞാനിപ്പോൾ ഈ സ്മാർട്ട് ലൈറ്റ് ഗൂഗിൾ അസിസ്റ്റൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Turn on the light. Okay, turning on the bedroom lamp. Change the color to red. Got it. Changing the bedroom lamp to red. Change the color to gold. Sure, changing the bedroom lamp to gold. Decrease the brightness of the light to 50%. Alright, setting the bedroom lamp brightness to 50%. Turn off the lamp. Got it. Turning off the bedroom lamp. അപ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ ഒരു സ്പീക്കർ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു ഫോണിലാണെങ്കിൽ ഒരു പാട്ട് വെച്ചിട്ട് നമ്മുടെ മൈക്രോഫോണിൻ്റെ പെർമിഷൻ ഈ ആപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ടിനനുസരിച്ച് ഇവിടെ ലൈറ്റ് എത്തിക്കുക. ഒരു DJ പാർട്ടി പോലെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ BBD ഓഫറിൽ നമുക്കിത് കിട്ടിയത് 299 രൂപക്കാണ്, 300 രൂപക്ക്. ഇപ്പോൾ വില കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത് മികച്ചൊരു ഓഫറായിരുന്നു. നമ്മളിപ്പോൾ വൈഫൈ കണക്ഷനിലാണ് ഇത് ചെയ്തത്. വേറൊരു ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.